നമസ്കാരം കൂട്ടുകാരെ. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ദീപ ജയനാണ് ഇന്നത്തെ ഗസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ദീപ, നമസ്കാരം. ദീപയുടെ സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരംകാരാണ്. ലോകത്ത് എന്ത് സാധനം വെച്ച് തോരൻ ഉണ്ടാക്കും. ചിക്കൻ തോരൻ, അതെ. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ഡിഷൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അല്ലേ? തോരനൊക്കെ ചിക്കൻ തോരൻ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചിക്കൻ തോരൻ, മുട്ട അവിയൽ, അതുപോലെ ചിക്കൻ പെരട്ട്, ഇതൊക്കെ അവിടുത്തെ സ്പെഷ്യാലിറ്റി. നിങ്ങൾ ട്രിവാൻഡ്രം ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ കട്ടച്ചാങ്കുഴിയിൽ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. അവിടെ ചിക്കൻ പെരട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ്. അതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? പൊതുവേ എനിക്ക് ഫിഷ് കറിയാണ് ഇഷ്ടം. ഫിഷ് കറി, മുരിങ്ങക്കീട്ട കറിയാണോ? അവിടെ മുരിങ്ങക്കീട്ട ചൂരക്കറി. അപ്പൊ ആദ്യം ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് കണ്ടിട്ട് തന്നെ ചെമ്മീനുണ്ട്, ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ. അപ്പം ചെമ്മീൻ തോരനാണ്. നമുക്ക് ആദ്യം അതിന്റെ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ പരിപാടികളുണ്ട്. അതിനോടൊപ്പം ദീപ എന്തൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്? പുതിയ പ്രൊജക്ട്, കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയാം. ഞാൻ എന്നോടൊപ്പം കുക്കിംഗ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ഒരു കരിയറിലേക്ക് എത്തിയത്? ആദ്യം കിരൺ ടി വി ആങ്കർ ആയിരുന്നു 3 വർഷം. ആങ്കറിങ് കൂടെ വരുന്നത്. രാജീവ് സാർ ഇങ്ങനെ ടി വി വെച്ച് കണ്ട് ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ മാറ്റി വരുമ്പോ ഇങ്ങനെ എന്റെ പ്രോഗ്രാം കണ്ടു. അപ്പൊ കറക്റ്റ് ഒരു ഓപ്പോസിറ്റ് നെഗറ്റീവ് ക്യാരക്ടർ, എന്റെ പ്രായത്തിനൊരു കുട്ടി അങ്ങനെ ഒരു വേണമായിരുന്നു. അപ്പം ഈ കുട്ടി ഓക്കെ ആണെന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു കോള് വരികയും സാറിന്റെ സീരിയലിലാട്ടോ ഫസ്റ്റ് എൻട്രി. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് റോളിൽ കൂടാണ് വന്നത്. നെഗറ്റീവ് റോൾ ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ കാണലുണ്ട്. ഒത്തിരി സീരിയലൊക്കെ ആക്ടേഴ്സ് നന്നായിട്ട് വില്ലത്തി വേഷമൊക്കെ ചെയ്യുന്നത്. അവര് പറയുമ്പോൾ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് വിഷമമായിരിക്കും. പക്ഷെ പിന്നീട് അത് എൻജോയ് ചെയ്യുമ്പോൾ നല്ല ബെസ്റ്റ് പെർഫോം ചെയ്താൽ മാത്രമേ അത് ശോഭിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സാധാരണ വേഷങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അല്ല നെഗറ്റീവ് റോൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ അതിന്റെ ഒരു മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാവും. അതിനുശേഷവും പിന്നീട് നെഗറ്റീവ് റോളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ ചെയ്തു 2-3 നെഗറ്റീവ് റോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആൾക്കാരുടെയൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരണം? ഇപ്പൊ എല്ലാവർക്കും പണ്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആൾക്ക് അറിയാം ഇത് അഭിനയം തന്നെ ആണ്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആണെന്ന് ആളുകൾ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. ആണോ? അടിതരാൻ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടല്ലേ? നല്ലൊരു ഹസ്ബൻഡിനെ അല്ലേ കിട്ടിയിരിക്കുന്നത്, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ക്രൂശിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട എന്താ കറി? സാറിനോട് ഞാൻ ചോദിക്കണമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ കൊല്ലം അറിയാലോ, ഒരുപാട് മത്സ്യങ്ങളൊക്കെ, മത്സ്യങ്ങൾ ഉണ്ടാക്കാനും കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീ ഫുഡാണ് എന്റെ ഏറ്റവും. ഫിഷ് കറി, പ്രോൺ, ക്രാബ്, ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, കക്ക, മുരിങ്ങയിറച്ചി, ഇതൊക്കെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നത്. ഫിഷ് നിർവാണ എന്ന് പറഞ്ഞൊരു ഡിഷാണ് എല്ലാവരും വന്ന് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത്. അപ്പൊ പുതിയ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനിയത്തെ പ്ലാൻസ്, കാര്യങ്ങൾ? മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സീരിയലൊന്ന് ബ്രേക്ക് ഇട്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ കുങ്കുമച്ചെപ്പം എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. അതായിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നേ. അപ്പൊ മൂവീസിലേക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പെർഫോം ചെയ്ത് ഒരു പ്രൂവ് ചെയ്ത ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ഇനി അടുത്ത മൂവിയിലൊക്കെയുള്ള എൻട്രി, എനി മൂവ്മെന്റ് എപ്പോൾ വേണേലും ഇതേപോലെ വരുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മൾ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? കാരണം ഇതിനകത്ത് കുറെ കൂടെ റിയാക്ഷൻ, സീരിയലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഹെവി ആയിട്ട് കൊടുക്കണമെന്ന് പറയും റിയാക്ഷൻസ്. അവിടെ പറയും ദീപ അത്രയ്ക്ക് അതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് സ്വിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇപ്പൊ രണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണോ? പിന്നെ ഡയറക്ടർ ഒരു നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എത്രത്തോളം, ഒരാളിൽ നമുക്ക് എത്രത്തോളം കിട്ടും, ഒരു ആർട്ടിസ്റ്റ് കയ്യിൽ നിന്ന് എത്രത്തോളം കിട്ടും എന്നുള്ളത് ഡയറക്ടർ പോരാ, ഇനി വരട്ടെ പറഞ്ഞോണ്ടേയിരിക്കും. അതെ. ചെമ്മീൻ തോരൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. അത് എത്രമാത്രം ഉണ്ടോ ചെമ്മീൻ്റെ അളവിന് അത്രയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക്, വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ചുമന്നുള്ളിയാണ്. ഞാൻ കൂടുതൽ ഈ കട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ അതോ ഇതൊരു പ്രയാസമാണ്? അമ്മയാണ് കൂടുതലും, ഞാൻ കട്ട് ചെയ്യുന്നതിലാണ് കൂടുതൽ സഹായിക്കാൻ. ആ ഒരു റോളിൽ നിൽക്കുകയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? യൂട്യൂബിൽ കയറി എന്തെങ്കിലും അത്യാവശ്യം കോവിഡ് ടൈമിൽ കുക്കിംഗ് തുടങ്ങി, കേക്കിംഗ്, ബേക്കിംഗ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അതാണ് ഏറ്റവും വലിയ ടഫായിട്ട്. കുറച്ച് തേങ്ങാക്കൊത്തൂടി ഇടുകയാണ്. ഓരോ നമ്മുടെ ഡിസ്ട്രിക്റ്റിലും ഓരോ രീതിയല്ലേ ഈ
ഉണ്ടാക്കുന്നുണ്ട്. മീൻകറി ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് മുരിങ്ങയ്ക്ക് കൊലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നല്ല രുചിയായിട്ട് വെക്കും. കൊല്ലം സൈഡ് വരുമ്പോ കുറച്ചുകൂടെ വാളംപുളി, അതിനകത്ത് മുരിങ്ങയ്ക്ക മീനകത്ത് എരിവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അതെ. ട്രിവാൻഡ്രത്ത് ചൂര ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. അത് കൊല്ലത്തും ഇഷ്ടമാണ്. പക്ഷെ അത് ഇങ്ങോട്ട് മലബാറിലേക്ക് വന്നാൽ ചൂര അവരുടെ മെയിൻ അല്ല, അവർ കൈക്കൂറയാണ്, അതായത് നെയ്മീൻ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ ആ രീതിയിൽ ഓരോ സ്ഥലത്തെയും മീൻകറിയുടെ ചില തേങ്ങ നന്നായിട്ട് അരച്ച് വെക്കും. ഇപ്പൊ ഈ കോട്ടയത്ത് അല്ലെങ്കിൽ അങ്കമാലി, എറണാകുളം ഭാഗത്തൊക്കെ തേങ്ങ പാല് പിഴിഞ്ഞ് മാത്രമേ ഒരു മീൻകറി ഉണ്ടാക്കുള്ളൂ. നമ്മൾക്ക് തേങ്ങ അരച്ചത് വേണം. അങ്ങനെയൊക്കെയുള്ള പല സെയിം ഇൻഗ്രീഡിയന്റ് ആണ്, പക്ഷെ ആ സെയിം തേങ്ങയുടെ ഇൻഗ്രീഡിയന്റ്, തേങ്ങയാണ് എല്ലാത്തിൻ്റെയും ബേസിക്. അപ്പോൾ തേങ്ങ അരച്ചതും പാല് പിഴിഞ്ഞതും തേങ്ങ ചതച്ചതും അല്ല പീര വെച്ചതായിട്ട് വരുമ്പോഴാണ് ഈ മീനിന്റെ രുചിയും കാര്യങ്ങളൊക്കെ. ഒരു ഇൻഗ്രീഡിയന്റിനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിട്ട് മാറിയിട്ടാണ്. പിന്നെ ചെന്നൈയില് ഫിഷ് കറി ഇതേപോലെ നമ്മുടെ ഇവിടത്തെ ആയിട്ട് അങ്ങോട്ട് ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ടോ? ചെന്നൈയില് ഷൂട്ടിന്റെ അതിന് വേണ്ടിട്ട്. അപ്പൊ ഈ എന്താ അവിടുത്തെ മീൻ കുളമ്പായിരിക്കും. കുളമ്പാന്ന് പറയുന്ന പക്ഷെ നമുക്ക് അങ്ങോട്ടൊരു പിടിക്കുന്നില്ലേ? അവിടെ കുറച്ചുകൂടെ ഈ മല്ലിയും ഉലുവയൊക്കെ. അത് മാത്രമല്ല ഫിഷിന്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വിടും. ആ സൈസ്. അപ്പൊ നമ്മൾ വിചാരിക്കും അതായിരിക്കും മീനെന്ന്. കഴിച്ചു നോക്കുമ്പോഴാണ് തക്കാളിയാണ്, മീനിന്റെ മുള്ളൊക്കെ നോക്കുമ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫുഡ് നമ്മുടെ കേരളത്തിൽ വന്നാലേ കറക്റ്റ് ആയിട്ട് അതൊരു മലയാളി അല്ല. അവിടെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് കൃത്യമായിട്ട് കഴിക്കാൻ തോന്നും. അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഉണ്ടാക്കി തരുന്ന എല്ലാം നല്ലതാ. എന്നാലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനി ടൈം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞ് ഒരു 3 months ട്രിവാൻഡ്രത്തേ ഇല്ല, ഇതുപോലെ പറഞ്ഞ പോലെ ചെന്നൈയിലൊക്കെ പോയി മീൻ കുളമ്പ കഴിച്ചു, അല്ലെ ഹൈദരാബാദ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ്. അപ്പം എന്തായാലും മിസ് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ പോയ ഉടനെ ആദ്യം വേണം അമ്മ വിളിച്ച്, അമ്മയെ ഞാൻ ഇങ്ങനെ വരുവാണ് അടുത്ത ആഴ്ച, എനിക്ക് വന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഇത് ഉണ്ടാവണമെന്ന് പറയുന്ന ഡിഷ് ഏതായിരിക്കും? അത് കപ്പയും ഫിഷ് കറിയും. അത് തന്നെയാണ്. ഓക്കെ. അവിടെ ഈ ട്രിവാൻഡ്രത്തെ കപ്പ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കപ്പ കുഴച്ച് നമ്മൾ കൊല്ലത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും, താളിക്കും. അപ്പോൾ ട്രിവാൻഡ്രത്താണ് ഈ കപ്പ കുഴച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഒരു ലൂസ് അത് മാഷ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കുന്ന ടേസ്റ്റാണ് അതിൻ്റെ മീൻകറിയായിട്ട്. അപ്പോൾ ഇതുവരെ കുറേ വേഷങ്ങളിൽ ചെയ്തു. ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഭയങ്കര ഒരു നമുക്ക് സ്വയം ഒരു തോന്നുമല്ലോ, ഒരു പെർഫോം ചെയ്ത് എനിക്ക് കൂടുതൽ കൂടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റി. അങ്ങനെ എല്ലാം നമുക്ക് ഇഷ്ടമായിരിക്കും, എന്നാലും ഒരു പേഴ്സണലായിട്ട് തോന്നുന്ന ഏതായിരുന്നു? ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇമോഷണൽ സീക്വൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ഇഷ്ടമാണ്. അല്ല, അതിൽ ചെയ്ത ഏതെങ്കിലും കഥാപാത്രമായിട്ട്? നിലവിളക്ക് എന്ന് പറഞ്ഞു. അതാണ് ചെയ്തതാണ്. അത് ഭയങ്കരമായിട്ട് ആരും ഇല്ലാണ്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നതും കരയുന്നതും ഒക്കെ ഉള്ള സീൻസ് ആയിരുന്നു. അപ്പം ഞാനിതുപോലെ കല്യാണത്തിന് തിരുവല്ലയിലൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ജോളിയായിട്ടാണ് നിൽക്കണ കല്യാണമല്ലേ, പക്ഷെ അവിടുത്തെ ഒരു അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു ആരും ഇല്ലാന്ന് വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കേട്ടോ, കേട്ടോ. ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയ്ക്കൂടെ. ചെമ്മീൻ ഇടേണ്ട ഒരു ടൈമായി. ചെമ്മീൻ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഒരു വെള്ളമൊക്കെ പോയിട്ട് ഇത് രണ്ടിനോടെ മിക്സ് ചെയ്യും. എന്നിട്ട് ഇനി ഒരു അരപ്പ് റെഡിയാക്കണം നമുക്ക്. ഇതിൻ്റെ തേങ്ങയുടെ ഒരു മിക്സറാണ്. ഇത് മിക്സിക്കകത്ത് ഇടാം, അല്ലാതെയും നമുക്ക് ചെയ്യാം. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അല്പം കുരുമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യുന്നു. ആ പ്രോണിൻ്റെ കൂടെ തന്നെ ഇരുന്നുണ്ടേ. ചെമ്മീൻ കണ്ടോ അതിന്റെ കറക്റ്റായിട്ട് ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നിറം മാറി, സെപ്പറേറ്റ് ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ജ്യൂസ് ഈ തോരന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് വരും. അപ്പൊ ചെമ്മീൻ ഒരു സൈഡിൽ കുക്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഞാനെന്താ ചോദിക്കട്ടെ, ഇതിനിടയ്ക്ക് ഈ ഉപ്പ് സാറ് നോക്കുന്നതേ ഈ പല ആൾക്കാരും അല്ല, ഞാനൊക്കെ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ അറിയാം ഇത് ഇത്രയാണ് അളവ്. അത് ചെമ്മീൻ ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു കൈയളവുണ്ട്. അത് കൃത്യമായിട്ട് ഏകദേശം ഇത്രയൊരു സംഭവത്തിന് ഇത്ര ഇട്ടാൽ അതിൻ്റെ ഒരു മിനിമം എത്തുമെന്നറിയാം. പിന്നീട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ അഭിനയിച്ച് ഇവിടെ ഇത്ര മീറ്റർ പിടിക്കാം, ഈ ഒരു വൈഡ് ഷോട്ട് എന്ന് തോന്നുന്ന ഇപ്പോൾ ഒരു പുതിയൊരാൾക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ അഭിനയിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കില്ല് നമ്മുടെ എക്സ്പീരിയൻസ് ആണത്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഉപ്പ് ഒരു റഫായിട്ട് ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് ഒരു മിനിമം ടേസ്റ്റ് പോലും നോക്കാണ്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഈ പ്രോൺസ് ഇത് ഏകദേശം കുക്ക് അതിൻ്റെ തെളിവാണ് ഈ കളർ മാറിയത്. ഓൾറെഡി അതിൻ്റെ ജ്യൂസ് കറക്റ്റായിട്ട് ഇത് ആ ചെമ്മീൻ്റെ വെള്ളം ഇവിടെ ഇറങ്ങി. പിന്നെ ആ ചെമ്മീൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടി ഇത് ആദ്യം ഇത് കരിയൊന്നുമില്ല, ഇതാണ് അതിൻ്റെ ഒരു വേ. അപ്പോൾ ഈ അരപ്പ് ഇതിനകത്ത് സെൻട്രൽ ചെയ്യാൻ ഇടുകയാണ്. അപ്പോൾ ഇത് തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറിവേപ്പില ഇട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചതഞ്ഞു പോയി. ആ തോരനാകുമ്പോൾ ആ ഒരു തേങ്ങയുടെ ബൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ. അതെ അതെ.
ഇതല്ല 3 പാട്ടായിട്ടാണ് ഇതിപ്പോ ഇരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ നിന്നിട്ട് അതിരിക്കുമ്പോ തന്നെ ഒരു ഭംഗിയാണ്. ഇതൊക്കെ ഒരു കുക്കിംഗ് നമ്മൾ ചെയ്ത് അതിനകത്ത് ഒരു സംഭവങ്ങൾ എങ്ങനെ അതിനെ ഒരു ബെറ്റർ ആക്കി എടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇത് അരപ്പ് ഇത് 3 ലെയറായി. ഇനി ഇതിനെ ഒരു സ്റ്റീമിൽ ആക്കിയിട്ട് ജസ്റ്റ് ഇതിനെ മിക്സ് ചെയ്താൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള വെള്ളം ഒക്കെ വറ്റി വരണം. അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ആവും. ഇപ്പം ഇത് ആ സ്റ്റീമിനകത്തൊരു 2 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്ക് ആ അരപ്പിനകത്ത് ആ പ്രോണിൻ്റെ കുക്ക് ചെയ്ത ജലാംശം ഇപ്പം ആ സെൻറ്ററിലുണ്ട്. അപ്പോൾ അതിങ്ങനെ ആ തേങ്ങയുടെ അരപ്പിലേക്ക് ലയിച്ചിട്ട് അത് എവാപ്പറേറ്റ് ആയിട്ട് ഡ്രൈ ആവും. ഈ ചെമ്മീന് വേറെ എന്തൊക്കെയാ? സ്ക്വിഡ് ഉണ്ടാക്കാം, ഇനിയിപ്പോ നെത്തൂലി ഇടാം, അതല്ലെങ്കിൽ മത്തി വെച്ചിട്ടുണ്ടാക്കാം, ചിക്കൻ തോരൻ നോക്കാം. ഇതിനകത്ത് കുറച്ച് ടെക്സ്ചറൊക്കെ ഒന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ചെമ്മീനാണ് ഏറ്റവും സ്വാദായിരിക്കും. ഇത് പ്രോൺ ക്ലീൻ ചെയ്ത് ചെറിയ പൊടി കൊഞ്ച് വെച്ചിട്ട് ഇത് തോരനുണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. ഇതിനകത്ത് മോരുകറി വേണം, അല്ലെ രസം, ഇതിൻ്റെ കൂടെ അച്ചാറ്, ഒരു മീൻ പൊരിച്ചതുമായിട്ടാണെങ്കിൽ. എന്താ സാറിന് ഇഷ്ടം, രസമാണോ പുളിശ്ശേരിയാണോ? എനിക്ക് രസവും പുളിശ്ശേരി എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. രണ്ട് ചില ആൾക്കാരുണ്ട് രസവും പുളിശ്ശേരിയുടെ ഹാഫ് ആയിട്ട് കുടിക്കും, അതറിയാം. ഈ സദ്യയിൽ ഉണ്ടെങ്കിൽ മോരുകറി അല്ലെങ്കിൽ മോരുകറിയും രസവും കഴിക്കാറുണ്ട്. അല്ല, മോരുകറിയും രസത്തോടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ലേ കുടിക്കുന്നത്. അല്ല, ഇതൊരു ഗ്ലാസ്സിനകത്ത് പാതി 30 ml രസം, 30 ml പച്ചമോര്, അല്ലെ 30 ml പുളിശ്ശേരി, ഇത് രണ്ടുകൂടെ ചേർത്തിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര രണ്ടുകൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു കോക്ടെയിൽ ആവും. അതും ഭയങ്കര, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സദ്യക്കൊക്കെ പോകുമ്പം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ രസവും മോരും കൂടെ പാതി ഒഴിച്ചിട്ട് കുടിക്കും. ഭയങ്കര ഇതൊക്കെ ഓരോരുത്തർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് കഴിച്ചിട്ട്. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല രീതിയിലുണ്ട്. കഞ്ഞിവെള്ളത്തിനകത്ത് മോരൊഴിച്ച് കുടിക്കുന്നവരുണ്ട്. കഞ്ഞിവെള്ളം തെളിച്ചിട്ട് അതും വേറൊരു ടേസ്റ്റാണ്. കഞ്ഞിവെള്ളത്തിനകത്ത് രസം ഒഴിച്ച് കുടിക്കുന്നവരുണ്ട്. കഞ്ഞിവെള്ളം വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഷെഫ് ഉണ്ടാക്കി തന്നെ. അപ്പോൾ അവർ ഞങ്ങൾ കിച്ചണിൽ കുക്കിംഗ് ഒക്കെ ഒരുപാട് ഡിഷ് ചെയ്യുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ തോന്നൂല. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ലൈറ്റായിട്ട് വെക്കും. അപ്പം നോക്കുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എടുക്കും. മുരിങ്ങയില എടുത്തിട്ട് ഒന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിക്കുക. അത് പാലക്കാട് വീടുകളിലൊക്കെ ഉള്ളത് കഞ്ഞിവെള്ളം മുരിങ്ങയില കറി അസാധ്യമായ രുചിയാണ്. വേറെ കറിയൊന്നും വേണ്ട. അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള കറികളൊക്കെ ഉണ്ട്. ദേ നമ്മുടെ പ്രോൺ തോരൻ റെഡിയായി. കേട്ടോ, മുരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറി ഡ്രൈ ആയി. ഈ കുക്കിങ്ങിനോട് സാറിന് അത്രയ്ക്കും ഒരു, ഇപ്പം എനിക്ക് ആക്ച്വലി ആക്ടിങ്ങിന് ഇങ്ങനെ ഒരു ഇഷ്ടം, അങ്ങനെ സാറിന് എന്തായിരുന്നു അതൊരു? എനിക്ക് ഭയങ്കര ഇഷ്ടം, ചെറുതിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് മാറിയത് നമ്മൾ ഈ മേഖലയിൽ വന്നതിന് ശേഷമാണ്. ചെറുപ്പത്തിൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനാണ്. അപ്പം അതിൻ്റെ അടുക്കളയിൽ പോയി നിൽക്കുമല്ലോ, കാണും ഇതെങ്ങനെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും എങ്ങനെയെങ്കിലും തീർന്നു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ട് ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ കുക്കിംഗ് നമ്മുടെ ഒരു പ്രൊഫഷൻ പോലെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്നുകൂടെ വീണ്ടും പറയാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി. ഇപ്പം ചെമ്മീൻ്റെ അത്ര അളവിൽ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പകുതി ആ സമാസമ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി 2 3 ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പാൻ്റെ സൈഡിൽ ഒരു 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മാക്സിമം ഉള്ളി ഒന്ന് വാടി ഒരു സൈഡിലേക്ക് അതിനെ മൊത്തോടെ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ അതർ സൈഡിൽ ഈ ചെമ്മീൻ ഇടുക. ചെമ്മീൻ ഇട്ടിട്ട് ആവശ്യത്തിന് സോൾട്ടൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് ആ സൈഡിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുക. അതിനകത്ത് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പ്രോണിൻ്റെ കുക്കാവുന്നതനുസരിച്ച് ഒരു പിങ്ക് നിറത്തിലേക്ക് എത്തും. അതിൻ്റെ ജലാംശം മുഴുവൻ എത്തിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരും. ആ സമയത്താണ് കുറച്ച് തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. കയ്യിൽ വെച്ച് ക്രഷ് ചെയ്യുക, അല്ല അരകല്ലിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അല്ല മിക്സിയിലാണ് ഒരൊറ്റ ഒതുക്ക് മാത്രമേ പാടുള്ളൂ. ഒരുപാട് പേസ്റ്റ് ആവരുത്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് തോരനാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഈ അരപ്പിടുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ സ്റ്റീം ഇതിനകത്തേക്ക് കയറുന്ന ഒരു സമയം. എന്നിട്ട് ഇതിനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തട്ടിക്കൂട്ടി ഒതുക്കി വയ്ക്കുക. വീണ്ടും ഒന്നുകൂടെ 1 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെമ്മീൻ തോരൻ റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഒന്നും പറയാനല്ലോ. അയ്യോ, സത്യമായിട്ടും സത്യസന്ധമായ കാര്യമാണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് അല്ലേ? അമ്മ ഉണ്ടാക്കുന്നതിന്റെയും എനിക്ക് ആ ഒരു ഇതൊക്കെ തോന്നും. കാരണം ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ അമ്മ ഉണ്ടാക്കുന്നതിന് ഒരുപടി മേലെയാ. തീർച്ചയായിട്ടും അമ്മ കേൾക്കണ്ട, പോകാനുള്ളതാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മ ഇത് കേട്ടിട്ട് അമ്മ ഉണ്ടാക്കുന്നതിനെ കേട്ട് നല്ലതെന്ന് പറയുന്നത് അവിടെ ചെന്ന് ഒന്നാമത് കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്.
സോ താങ്ക് യു. അത് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ അമേസിങ്. എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ചെമ്മീൻ തോരൻ. തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ട്രൈ ചെയ്തവരാണെങ്കിൽ ഈ ഡിഷ് വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് മൂവാറ്റുപുഴക്കാരിയാണ് ദിവ്യ അനീഷ്. അപ്പോൾ ഓർഗാനിക് ഫാം, ഓർഗാനിക് പ്രൊഡക്റ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ആളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ദിവ്യ. എൻ്റെ പേര് ദിവ്യ, മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കർഷകയാണ്. 5-8 വർഷമായി ഞാൻ കൃഷി ഫീൽഡിലേക്ക് എത്തിയിട്ട് ഷെഫിൻ്റെ രുചിനിർവ്വഹണം എന്ന ജീവിതകഥ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഷെഫിനെ മീറ്റ് ചെയ്യാമെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഓടിയെത്തിയത്. വീണ്ടും ചെമ്മീൻ കാണുമ്പോൾ തന്നെ ചെമ്മീനും അതിനകത്ത് എന്തോ ഒരു പച്ചക്കറി ഇട്ട് കോവയ്ക്കാണോ? കോവയ്ക്ക. ആഹാ, കോവയ്ക്ക തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലത്തിയ ഒരു സംഭവമാണ്. അതെന്താണ്? ചിക്കൻ മുകളായി. മൂവാറ്റുപുഴയിൽ ഫാം ഉണ്ടാ? എന്ത് ഫാമാണ്? എനിക്ക് ഒരു പോൾട്രി ഫാം ഉണ്ട്. പിന്നെ കൂടാണ്ട് ആട്, കോഴി, താറാവ്, കാട, മത്സ്യകൃഷി, പിന്നെ വെജിറ്റബിൾസ്. ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ളതാണോ? അതെ. കോഴി നമ്മുടെ ബ്രോയിലർ, നമ്മുടെ ഇറച്ചിക്കോഴിയാണ്. നാടൻ കോഴിയുണ്ടോ? നാടൻ കോഴിയുണ്ട്, മുട്ടക്കോഴിയുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഓർഗാനിക് ഫാമിനെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം? ഞാൻ ഒരു 8 വർഷത്തോളമായി ഇപ്പൊ കൃഷി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്തു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ ജൈവ കർഷക അവാർഡൊക്കെ കിട്ടി. പിന്നെ എറണാകുളം ജില്ലയുടെ ഒരു മുറം പച്ചക്കറി ഫസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ നമുക്കതൊരു മോട്ടിവേഷനായി. അപ്പൊ പിന്നെ അതിന്റെ സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ. എന്തൊക്കെ പച്ചക്കറിയാണ് വീട്ടിലുള്ളത്? വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. പടവലം, പാവല്, ഇപ്പൊ കോളിഫ്ലവർ, ക്യാബേജ്. ഇപ്പോഴത്തെ ഇതാണല്ലോ. ഇപ്പൊ ലാർജ് സ്കെയിലല്ല ഞാൻ ചെയ്യുന്നത്. അത് മുട്ട, പാല അങ്ങനെയുള്ളതൊക്കെ വെളിയിലുള്ളവർ വന്ന് വാങ്ങിക്കും. പച്ചക്കറികളൊക്കെ കുറച്ചൊക്കെ വെളിയിലേക്ക് കുറച്ചൊക്കെ അങ്ങനെയും. അതെ അതെ. അത് കഴിച്ചിട്ടും ഇത് കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മുന്നേ നമ്മൾ പുറത്തുനിന്നുള്ളതല്ല. തീർച്ചയായും. ഞങ്ങള് ഹസ്ബൻഡ് നേവിയിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ബോംബെയിലും വിശാഖപട്ടണമൊക്കെ ആയിരുന്നു. അപ്പം അതിലുമൊക്കെ ഒരുപാട് പച്ചക്കറികൾക്ക് ടേസ്റ്റ് തോന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വിഷം അടിക്കുന്നില്ലല്ലോ, ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ആടും കോഴിയും എല്ലാം ഉള്ള അതിന്റെ എല്ലാം കമ്പോസ്റ്റ് ആക്കിയാണ് ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രൂട്ട്സ് ഉണ്ട് 20 ഇനം ഫ്രൂട്ട്സ്. മിൽക്ക് ഫ്രൂട്ട്, മിറാക്കിള്, പിന്നെ റംബൂട്ടാൻ. അത് തന്നെ. അപ്പൊ ഇനി എന്താണ് എന്റെ ഒരു പ്ലാൻ? ഇതിനെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? എനിക്കൊരു ഫാം ടൂറിസം ആണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം. ഫാം ടു ഫോക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഓർഗാനിക് റെസ്റ്റോറൻ്റ് ആയിട്ട് ഒരു ഫാം ഉണ്ടാക്കുന്നു. ആ ഫാമിനകത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് മാത്രം കുക്ക് ചെയ്തിട്ട് ഒരു 20 പേര്, നിങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ട, ഒരു 20 ആൾക്കാർ വെച്ചിട്ടുള്ള ഭക്ഷണം. അന്ന് ആ ഫാമിൽ എന്തൊക്കെ പച്ചക്കറി, എന്ത് മത്സ്യം, അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു മെനു ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടാക്കുക. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു വീക്കെൻഡിൽ തുടങ്ങിയാൽ മതി, ഒരു ശനി ഞായർ മാത്രം. പിന്നീട് അത് സക്സസ് ആവുകയാണെങ്കിൽ എല്ലാ ദിവസവും 20 പേർക്കുള്ള ലഞ്ച്. അതാകുമ്പോൾ ഓർഗാനിക് പ്രൊഡക്റ്റ് ആകുമ്പോൾ ആളുകൾ കൂടുതൽ, അത് കുറച്ചുകൂടെ പണം കൂടുതൽ കൊടുക്കും. ഒരു ഹോംലി ഫുഡാണ്. അതിനകത്ത് 90% സംഭവങ്ങളും ആ വീട്ടിലോ അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു 5 കിലോമീറ്റർ ചുറ്റളവുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. ക്യാരറ്റും ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ല. കോളിഫ്ലവർ അല്ലെ സ്വന്തമായിട്ട് ക്യാരറ്റ് ഉണ്ടാക്കി കൃഷി ചെയ്ത് അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു കൺസെപ്റ്റ്, അത് ഫാം ടു ഫോക്ക് എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു. മോർണിംഗ് വരുന്നു, ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നു, ഫാമൊക്കെ ചുറ്റിക്കറങ്ങുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് ഒരു ചായയും കടിയെ കഴിച്ചിട്ട് പറഞ്ഞു വിടുക. എന്നിട്ട് പെർ പേഴ്സൺ 1000 രൂപ വെച്ച് വാങ്ങിച്ചു 20,000 രൂപ പെർ ഡേ നിങ്ങൾക്ക് റവന്യൂ കിട്ടും. ബിസിനസ് മൊത്തം ഒരു ബിസിനസ് പ്രൊജക്ട് റിപ്പോർട്ട് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചെമ്മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനകത്ത് ആ പച്ചക്കറി കോവയ്ക്കും കൂടെ ചേർത്തിട്ട് അതിനോട് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അത് ഭയങ്കര ഐഡിയ ആണ്. ഈ ചെറുപ്പത്തിലുള്ള പിള്ളേർക്ക് ഈ ചെറിയ ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ ഇഷ്ടമേ അല്ല. അപ്പൊ ഇത് ഇതുപോലെ എപ്പോഴും ഒരു നോൺ വെജിന്റെ കൂടെ ചേരുമ്പോൾ അത് ചേർത്ത് കൊടുക്കുക എന്നുള്ള മാത്രമാണ് പ്രയോജനം. അപ്പം ഒരിക്കൽ കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫാം ടൂറിസം ഡെവലപ്പ് ചെയ്യുക. കാരണം ഇത് വളരെ എല്ലാവർക്കും പറ്റുന്നതല്ല, സ്ഥല സൗകര്യങ്ങൾ വേണം, പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഫാം ടൂറിസം നടക്കട്ടെ. ഒരുപാട് ഈ ഒരു വർഷം മുഴുവൻ പുതിയ പുതിയ പ്രൊജക്റ്റ്
Thank you. ഫിലിമിലേക്ക് വരാൻ വേണ്ട കാര്യങ്ങളൊക്കെ വരട്ടെ, എത്രയും പെട്ടെന്ന് അഭിനയിച്ച് നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗോൾഡ് വിന്നർ പ്രസൻസ് മാഷെഫിലെ 1 minute ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകളും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.